Hello friends, we are going to the second video of the chapter, The Sacred Turtles of Kadavu. ചാപ്റ്റർ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ചെറിയ ചാപ്റ്ററാണ്, രസകരമായ ഒരു ചാപ്റ്ററുമാണ്. വി ഹാവ് ബിഗൺ ദ സ്റ്റോറി യെസ്റ്റർഡേ ആൻഡ് ഐ ഹാവ് ടോൾഡ് യു ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ദാറ്റ് ദിസ് ഈസ് എ ഫോക്ക് ടെയിൽ. ദിസ് ഹാസ് എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എ ഫോക്ക് ടെയിൽ. ഒരു നാടോടി കഥയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു ചാപ്റ്ററാണിത്. ഇത്തരത്തിലുള്ള നാടോടി കഥകൾ നമ്മുടെ പ്രദേശത്തും നമുക്ക് കണ്ടെത്തുവാൻ കഴിയുകയും ചെയ്യുന്നതാണ്. വി വിൽ ഡു ദാറ്റ് ആസ് എ സെപ്പറേറ്റ് പ്രോജക്റ്റ് ലേറ്റർ. ഓക്കെ, സോ വി ഗോ ടു പേജ് നമ്പർ 92. We are continuing from where we have stopped. Go to page number 92. As is usually, this is where we have stopped. As is usually the case with such strange ceremonies and customs, in Fiji, the turtle calling is based on an ancient legend, still passed on from father to son, from generation to generation, among the Fijian people of Kadavu. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. തലമുറയായി ഫിജിയിലെ ഈ കാൻഡവുവിൽ കൈമാറി വരുന്ന ഒരു കഥയുണ്ട്. ഈ ടേർട്ടിൽ കോളിങ്ങുമായി ബന്ധപ്പെട്ട്, കടലാമകളെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കഥയുണ്ട്. ആ കഥ എന്താണ്? ഈ നാടോടി കഥ എന്താണ്? Many years ago, in the beautiful village of Namuana, on the island of Kadavu, lived a very lovely princess called Tinaikoboga, who was the wife of the chief of Namuana village. അപ്പോൾ നമ്മുടെ കഥയിലെ ഒരു പ്രധാന കഥാപാത്രം ടിനായ്ക്കൊബോഗ എന്ന ഒരു രാജ്ഞിയാണ്. ഓക്കെ, ആൻഡ് ഷീ വാസ് ദ വൈഫ് ഓഫ്, it is said that she is a princess, okay, but in fact she is the wife of the chief of Namuana village. Tinaikoboga had a charming daughter called Rodelis. ടിനായ്ക്കൊബോഗയുടെ മകളുടെ പേര് റോഡലിസ് എന്നാണ്. അപ്പോൾ ഈ കാൻഡവു ഐലൻഡിലെ രാജ്ഞിയായിരുന്ന ടിനായ്ക്കൊബോഗയും അതുപോലെ ടിനായ്ക്കൊബോഗയുടെ മകളായുള്ള റോഡലിസുമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ. ഇതൊരു മുക്കുവ ഗ്രാമമാണ് എന്നുള്ള കാര്യം ഓർക്കണം. ഓക്കെ, now as charming daughter called Rodelis, and the two women often went fishing. സ്വാഭാവികമായും they used to go for fishing on the reefs around their home. റീഫ് നമ്മൾ പവിഴപ്പുറ്റുകൾ എന്നൊക്കെ വിളിക്കുന്ന കോറൽ റീഫ്സാണ് പവിഴപ്പുറ്റുകൾ. ഇപ്പോൾ കടലിനടിയിലുള്ള റോക്കി ടെറൈൻസാണ്, പാറക്കെട്ടുകൾ നിറഞ്ഞിട്ടുള്ള ആഴക്കടലല്ലാത്ത സ്ഥലങ്ങളെയാണ് റീഫ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അത്തരം റീഫുകളിൽ, ജലം കെട്ടിക്കിടക്കുന്ന അത്തരം റീഫുകളിൽ മീൻ പിടിക്കാനായി ഈ അമ്മയും മകളും പോകാറുണ്ടായിരുന്നു. ടിനായ്ക്കൊബോഗയും റോഡലിസും പോകാറുണ്ടായിരുന്നു. Once Tinaikoboga and Rodelis went further afield from, afield, A-F-I-E-L-D. Afield means afar, slightly far away from usual. They waded out onto the submerged reefs which stretch out from the rocky headland to the east of the bay on which Namuana village is situated. Simply it means that they used to go for fishing, but one day they went a little far away from usual. സാധാരണ പോകാറുണ്ടായിരുന്നതിനേക്കാൾ ഒരല്പം കൂടെ ഉൾക്കടലിലേക്ക് അവർ ആ ദിവസം മത്സ്യബന്ധനത്തിനായി പോയി എന്ന് പറയുന്നു. എന്തുണ്ടായി? they became so engrossed with their fishing. അപ്പോൾ അവർ പോവുകയും, it was so interesting, fishing was so interesting, and the mother and the daughter, Tinaikoboga and Rodelis, were so completely engaged, and they were completely engrossed in fishing that they didn't see a danger. എന്താണ് fishing? That they did not notice the stealthy approach. Stealthy approach, secret coming. Stealthy means steal, stealthy. Approach means coming. They did not notice another boat following them secretly. തങ്ങളുടെ കാഴ്ചയിൽപ്പെടാതെ തങ്ങളെ പിന്തുടർന്നുകൊണ്ട് രഹസ്യമായി മറ്റൊരു ബോട്ട് വരുന്നത് അവർ കണ്ടില്ല.
approach of the stealthy approach of a great war canoe. It is a war canoe. യുദ്ധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു കാനോ ആണ്, ബോട്ടാണ്. And filled with fishermen from the nearby village of Nabukelevu. അതാണ് അടുത്ത ഗ്രാമമായ, അവരുടെ ശത്രു ഗ്രാമമായ നബുക്കലേവുവിൽ നിന്നുമുള്ള മീൻപിടുത്തക്കാർ കയറിയ ഒരു ബോട്ട് അവരെ പിന്തുടരുന്നത് അവർ ശ്രദ്ധിച്ചില്ല. കാരണം അവർ മീൻപിടുത്തത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. എന്ത് സംഭവിച്ചു? ദിസ് വില്ലേജ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഷാഡോ ഓഫ് മൗണ്ട് വാഷിങ്ടൺ. ഇത് നബുക്കലേവു ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. കാൻഡവുവിൽ തന്നെയുള്ള, കാൻഡവു ഐലൻഡിൽ തന്നെയുള്ള മൗണ്ട് വാഷിങ്ടൺ പർവ്വതത്തിൻ്റെ പ്രാന്തപ്രദേശത്താണ് ഈ നബുക്കലേവു ഗ്രാമം എന്ന് പറയുന്നു. മൗണ്ട് വാഷിങ്ടൺ, ദ ഹൈയസ്റ്റ് മൗണ്ടൻ ഓൺ Kadavu Island. Today, Mount Washington is well known to mariners. Mariners means seafarers. Okay, sailors, navigar. Mariners, because there is a splendid lighthouse there on Mount Washington. ഈ നബുക്കലേവു ഗ്രാമത്തിലുള്ള മൗണ്ട് വാഷിങ്ടൺ പർവ്വതത്തിന് മുകളിലായി ഒരു ദീപസ്തംഭം ഇന്ന് നിലനിൽക്കുന്നുണ്ട്, ഒരു ലൈറ്റ് ഹൗസ് ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രദേശം ടൂറിസ്റ്റുകളുടെ ഇടയിൽ പ്രശസ്തമാണ് എന്ന് പറയുന്നു. വാർണിംഗ് ദം ഓഫ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ദ റോക്കി കോസ്റ്റ് ലൈൻ. ആൻഡ് വാട്ട് ഡസ് ദ ലൈറ്റ് ഹൗസ് ഡു? The lighthouse is giving a warning to sailors that the coastline, coast, C-O-A-S-T, coastline means തീരപ്രദേശം, പാറക്കെട്ടുകൾ നിറഞ്ഞതാണ്, റോക്കി കോസ്റ്റ് ലൈൻ ആണ് എന്ന ഒരു മുന്നറിയിപ്പ് അത് യാത്രികർക്ക് നൽകുന്നു എന്ന് പറയുന്നു. വി ആർ കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി. ഈ അമ്മയെയും മകളെയും ടിനായ് കൊബോഗോയെയും റോഡലിസിനെയും പിന്തുടർന്ന് നബുക്കലേവുവിൽ നിന്നുള്ള ശത്രുക്കളായിട്ടുള്ള മീൻപിടുത്തക്കാർ പിന്തുടർന്നു വന്നു. എന്തുണ്ടായി? സഡൻലി ദ ഫിഷർമെൻ ലെഫ്റ്റ് ഫ്രം ദെയർ കനോ ആൻഡ് സീസ്ഡ് ദ ടു വിമൻ ബൗണ്ട്, ബൈൻഡ് പാസ്റ്റ് ടെൻസ് ബൗണ്ട്, കെട്ടുക, ബൗണ്ട് ദെയർ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് വിത്ത് വൈൻ, VINE, വൈൻ മീൻസ് സ്ട്രിങ്, വള്ളി, ഓക്കെ, വള്ളിച്ചരടുകൾ കൊണ്ട്, വള്ളികൾ കൊണ്ട്, വൈൻ, ടോസ്ഡ് ദം, ടോസ്റ്റ് മീൻസ് ത്രൂ, അവരെ എറിഞ്ഞു. ഈ അമ്മയെയും മകളെയും അവരുടെ തോണിയിലേക്ക് ചാടിക്കയറി അവരെ പിടികൂടി വള്ളികൾ കൊണ്ട് കെട്ടി തങ്ങളുടെ ബോട്ടിലേക്ക് എടുത്തെറിഞ്ഞു. tossed them into the bottom of the canoe and set off in great haste. Haste means speed, great speed for their home. അവർ ഈ അമ്മയെയും മകളെയും പിടികൂടി ബന്ദികളാക്കി അവരുടെ ഗ്രാമത്തിലേക്ക് അവർ തിരിച്ചുപോയി. Although the women pleaded for their lives, pleaded, begged, യാചിക്കുക, they pleaded for their lives, the cruel warriors from Nabukelevu did not listen to their entreaties. Entreaties means crying, okay, request, pleading. അവർ എത്ര യാചിച്ചിട്ടും നബുക്കലേവുവിലെ ക്രൂരരായിട്ടുള്ള ഈ മത്സ്യക്കാർ ഈ അമ്മയുടെയും മകളുടെയും കരച്ചിൽ കേട്ടില്ല. The gods of the sea, however, were kind. നമ്മൾ കടലമ്മ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ the gods of the sea, കടലിൻ്റെ ദേവതകൾ ഈ സ്ത്രീകളുടെ പിടികൂടപ്പെട്ട ഈ അമ്മയുടെയും മകളുടെയും കരച്ചിൽ കേട്ടു എന്നാണ് കഥ. The gods of the sea, however, were kind, generous, merciful, ദയയുള്ളവരായിരുന്നു. And soon a great storm arose and the canoe was tossed about by huge waves which almost swamped it. എല്ലാ കഥകളിലും ഇങ്ങനെ ഒരു ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമുക്ക് കാണാം. പ്രത്യേകിച്ച് ഫോക്ടെയിലിൽ പെട്ടെന്ന് കടൽ പ്രക്ഷുബ്ധമായി. ആൻഡ് വേവ്സ് റോസ് അപ്പ് ആൻഡ് ദാറ്റ് ഓൾമോസ്റ്റ് സ്വാംപ്ഡ് ദ കാനോ. പെട്ടെന്ന് തിരമാലകൾ ആകാശത്തോളം ഉയരുകയും ഇവരെ ബന്ദികളാക്കി കൊണ്ടുപോകുന്ന ഈ ബോട്ടിനെ മുക്കിക്കളയാൻ എന്ന വണ്ണം, സബ്മേർജ് ചെയ്യാൻ എന്ന വണ്ണം ഉയരുകയും ചെയ്തു. കടൽ പ്രക്ഷുബ്ധമായി. ആസ് ദ കാനോ ഫൗണ്ടേഡ് ഇൻ ദ സീ, ഈ ആടി ഉലയുന്ന ഈ കാനോ, okay, and foundered, it lost its direction and it was almost caught in this whirlwind. ഈ ഒരു ചുഴലിയിൽപ്പെട്ട ഒരു അവസ്ഥയിലുള്ള ഈ ഒരു കാനോ. The fishermen were astounded to notice that the two women lying in the water on the hold of the canoe had suddenly changed into turtles. അവർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ പ്രക്ഷുബ്ധമായ കടൽ അലയടിക്കുകയും തിരകൾ ബോട്ടിനകത്തേക്ക് വരികയും ചെയ്യുന്ന ഈ സമയത്ത് പെട്ടെന്ന് അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ കാഴ്ച കണ്ടു. ഈ ബോട്ടിനകത്ത് ബന്ധിതയായി കിടക്കുന്ന ടിനായ് കൊബോഗയും റോഡലിസും
കടലാമകളായി മാറുന്നത് അവർ കണ്ടു. ദേ ഗോട്ട് ട്രാൻസ്ഫോംഡ് ഇൻ ടു സീ ടേർട്ടിൽസ്. ഓക്കെ, സ്ട്രേഞ്ച്. ആൻഡ് ടു സേവ് their own lives, the men seized them and threw them into the sea. And the fishermen were so terrified. They were so shocked and they were afraid. And what did they do? They suddenly caught these two turtles and threw the turtles back into the sea. ഈ ആമകളെ ഉടനെ പിടിച്ചിട്ട്, അവരുടെ ബോട്ടിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട ഈ 2 ആമകളെ പിടിച്ചിട്ട് പെട്ടെന്ന് അവർ കടലിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞ് രക്ഷപ്പെട്ടു. As they slipped over the side of the canoe, the weather changed and there were no more waves. എപ്പോഴാണ് അവർ ഈ കടലാമകളെ പിടിച്ച് ഈ രാജകുമാരിയും അവളുടെ അമ്മയും മാറിയിട്ടുള്ള ഈ കടലാമകളെ എപ്പോഴാണ് അവർ പിടിച്ച് കടലിലേക്ക് ഇട്ടത്? അറ്റ് ദാറ്റ് മൊമെൻറ്റ് ദ സീ സഡൻലി സെറ്റിൽ. പെട്ടെന്ന് കടൽ ശാന്തമായി. The Kadavu fishermen continued their journey back to their home village. And the 2 women from Namuwana who had been changed into turtles lived on in the water of the bay. അവർ നബുക്കലേവുക്കാർ അവരുടെ ദ്വീപിലേക്ക്, അവരുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു പോവുകയും കടലാമകളായി മാറിയ ഈ 2 സ്ത്രീകളും അതേ കടലിൽ ജീവിതം തുടരുകയും ചെയ്തു എന്ന് പറയുന്നു. Okay, now it is their descendants. Descendants means followers. അവരുടെ പിന്തുടർച്ചക്കാർ. Okay, inheritance. Their descendants today who rise from the water when the maidens of their own village sing songs to them from the cliffs. കാൻഡവുവിലെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ആ ആമകളുടെ പിൻഗാമികളാണ്, ഈ ടിനൈക്കൊബോഗയുടെയും റോഡലിസിൻ്റെയും പിൻഗാമികളാണ് ഇപ്പോഴും അവരുടെ ഗ്രാമത്തിലെ കന്യകമാർ ടേർട്ടിൽ കോളിംഗ്, ആമയെ വിളിക്കുന്ന ഈ പാട്ട് പാടുമ്പോൾ ഉയർന്നു വരുന്നത് എന്നാണ് ഇവരുടെ ഗ്രാമത്തിലുള്ള വിശ്വാസം. ആ പാട്ട് എന്താണ്? ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ ട്രാൻസ്ലേഷൻ, വിവർത്തനം. ഓക്കെ, പരാവർത്തനം, വിവർത്തനം, പരിഭാഷ, പരാവർത്തനമല്ല പരിഭാഷ. ദ ട്രാൻസ്ലേഷൻ ഓഫ് ദ സ്ട്രേഞ്ച് സോങ് which is chanted on such occasions is as follows. Occasion means അവസരം. ഓക്കെ, അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പാടുന്ന ആ പാട്ടിൻ്റെ വിവർത്തനം ഒന്ന് കേട്ടു നോക്കൂ. ഇതാണ് ആ പാട്ട്. ഈ പാട്ട് നാമുവാനയിലെ പെൺകുട്ടികൾ പാടുമ്പോഴാണ് ഈ കടലാമകൾ കടൽ തീരത്തേക്ക് ഉയർന്നു വരുന്നത് എന്ന് പറയുന്നു. ഇതാണ് ആ പാട്ട്. The women of Namuwana are all dressed in mourning. Women of Namuwana are all dressed in mourning. Look at the spelling of mourning. mourning. മോർണിംഗ് എന്ന് പറഞ്ഞാൽ വിലാപം, സാഡ് സോങ് എന്നാണ് അർത്ഥം. ആരുടെയെങ്കിലും മരണത്തിലുള്ള വിലാപത്തിനെയാണ് മോർണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദ വിമൻ ഓഫ് നമുവാന ആർ ഓൾ ഡ്രസ്ഡ് ഇൻ മോർണിംഗ്. വിലാപത്തിന് വേണ്ടി, വിലാപഗാനത്തിന് വേണ്ടി അവർ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ദുഃഖവസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുന്നു. ഡ്രസ്ഡ് ഇൻ മോർണിംഗ് എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ അവർ ദുഃഖിതരാണ് എന്നാണ് അർത്ഥം. Each carries a sacred club, each tattooed in strange pattern. Each carries a sacred club. Club എന്ന് പറഞ്ഞാൽ ഗദ എന്നാണ് അർത്ഥം. ഓക്കെ, എ ഹെവി സ്റ്റിക്ക്. അവർ ഈ പാടുമ്പോൾ അടിച്ച് ശബ്ദമുണ്ടാക്കാനായിരിക്കാം ഈ ഗദ കൈവച്ചിരിക്കുന്നത്. ദേ ആർ ക്യാരിയിങ് എ ഹെവി ക്ലബ്, എ സേക്രഡ് ക്ലബ്, ഈച്ച് ടാറ്റൂഡ് ഇൻ എ സ്ട്രേഞ്ച് പാറ്റേൺ. അവർ ഓരോരുത്തരും ടാറ്റൂ ചെയ്തിരിക്കുന്നു, ചുട്ടി കുത്തിയിരിക്കുന്നു, പച്ച കുത്തിയിരിക്കുന്നു, ഇൻ എ സ്ട്രേഞ്ച് പാറ്റേൺ, സ്ട്രേഞ്ച് ഡിസൈൻ. അപ്പോൾ അതൊരു റിച്വലാണ്, ഒരു ചടങ്ങാണ്. ഡു റൈസ് ടു ദ സർഫേസ് റോഡലിസ് സോ വി മേ ലുക്ക് അറ്റ് യു. റോഡലിസ്, പ്ലീസ് കം ടു ദ സർഫേസ് ഓഫ് ദ സീ സോ ദാറ്റ് വി ക്യാൻ സീ യു. ഡു റൈസ് ടു ദ സർഫേസ് ടിനൈക്കൊബോഗ so we may also look at you. O Tinaykoboga, please come to the surface of the sea so that we can see you. ഇതാണ് അവർ പാടുന്ന പാട്ട്. ഓക്കെ, യു മേ ഡൗട്ട് ദ ട്രൂത്ത് ഓഫ് ദ ലെജൻഡ്. ഇത് ശരിയാണോ? ഇത്തരത്തിൽ 2 സ്ത്രീകൾ കടലാമകളായി മാറിപ്പോവുക, അവരുടെ പിൻഗാമികൾ പിന്നീട് ഒരു പാട്ട് കേൾക്കുമ്പോൾ കടലിൽ നിന്ന് ഉയർന്നു വരിക എന്നുള്ളതൊക്കെ ശരിയാണോ എന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. ബട്ട് യു cannot doubt the fact that the chanting of this strange song does in fact lure, L-U-R-E, lure means attract. It does lure the giant turtles to the surface of the blue waters of the bay Ulkadal. Okay, near Namuwana village on the island of Kadavu. നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, ഇറ്റ് ഈസ് എ ഫാക്റ്റ്, വസ്തുതയാണ്, ദാറ്റ്
Turtles even today come to the surface of the sea on the bay when the maidens of Namuwana village are singing this strange song. ഈ പാട്ട് പാടുന്ന സമയത്ത്, അതും നാമുവാനയിലെ പെൺകുട്ടികൾ മാത്രമാണ് പാടുന്നതെങ്കിൽ, ആമകൾ പൊന്തി വരുന്നുണ്ട്, കടലിൽ നിന്നും പൊന്തി ഈ പാട്ട് കേൾക്കാനായി വരുന്നു എന്നുള്ളത് ഇന്നും ഒരു വസ്തുതയാണ്, വെദർ യു ബിലീവ് ദ സ്റ്റോറി ഓർ നോട്ട്. ഓക്കെ, ഇതാണ് ഈ കഥ. ഓക്കെ, ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കാൻഡവു. ഈ ചാപ്റ്റർ ആവർത്തിച്ച് വായിക്കുക, ഇത് മനസ്സിലാക്കുക. വി നീഡ് ടു ഗോ ഫോർ എ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ ഓഫ് ദിസ്. വൺ പോയിൻറ്റ് ഈസ് വെരി റെലവൻറ്റ് ഹിയർ. Now, after listening to the story, there is this question in your mind. Who is actually punished in this story? Okay, who did the crime and who got the punishment? ഇവിടെ ആക്ച്വലി 2 innocent women, Tinaikoboga and Rodalis, they were innocent. And they were just doing fishing as usual because they were fishermen. ഓക്കെ, അപ്പോൾ അവർ സാധാരണ പോലെ മീൻ പിടിക്കുന്ന ഈ 2 നിസ്സഹായികളായിട്ടുള്ള സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോയത് മെൻ ആണ്. പീപ്പിൾ ഫ്രം നബുക്കലേവു, അവർ വന്നിട്ടാണ് ഇവരെ പിടിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ സത്യത്തിൽ കുറ്റം ചെയ്തതാരാണ്? കുറ്റം ചെയ്തത് നബുക്കലേവുവിൽ നിന്നും വന്ന് ഇവരെ പിടിച്ചു കൊണ്ടുപോയ ഫിഷർമെൻ ആണ്. ബട്ട് വാട്ട് ഹാപ്പൻ ഇൻ ദ സ്റ്റോറി? ഡിഡ് ദേ ഗെറ്റ് പണിഷ്? അവർക്ക് ശിക്ഷ കിട്ടുകയുണ്ടായോ? ഈ ഇവരെ പിടിച്ചു കൊണ്ടുപോയ കുറ്റത്തിന് അവർക്ക് ശിക്ഷ കിട്ടുകയുണ്ടായോ? അവർക്കുണ്ടായിട്ടില്ല. സത്യത്തിൽ ശിക്ഷ ആർക്കാണ് കിട്ടിയത്? പിടികൂടപ്പെട്ട ടിനായ്ക്കൊബോഗയ്ക്കും റോഡ്ലിസിനുമാണ് ഇവിടെ ശിക്ഷ കിട്ടിയത്. ദേ ലോസ്റ്റ് ദെയർ ഹ്യൂമൻ ലൈഫ് ആൻഡ് ദേ ഗോട്ട് ട്രാൻസ്ഫോംഡ് ഇൻ ടു ടേർട്ടിൽസ്. ഇത് ഒരു വലിയ സിമ്പലാണ്. ഈ കഥകളുടെയൊക്കെ പിന്നിലുള്ളൊരു പശ്ചാത്തലം കൂടി അതാണ്. എന്താണ് ഇതിൻ്റെ സിംബോളിക് വാല്യൂ? നമ്മുടെ സമൂഹത്തിലും സ്ത്രീകൾ അക്രമത്തിന് ഇരയാകുന്ന സമയത്ത് ആ ഇരയാക്കപ്പെട്ട സ്ത്രീ തന്നെയാണ് അതിൻ്റെ ദുരന്തങ്ങളും ഏറ്റുവാങ്ങുന്നത്. ഇരകളാക്കുന്ന മനുഷ്യർ, പ്രത്യേകിച്ചും പുരുഷന്മാർ, അവർ സ്വതന്ത്രരായി പോവുകയും ഈ ഇരകളാക്കപ്പെടുന്ന സ്ത്രീകൾ ഈ ദുരന്തത്തിൻ്റെ ഒരു ഓർമ്മകളുമായി ജീവിതകാലം മുഴുവൻ ശിക്ഷിക്കപ്പെട്ടവരായി കഴിയുന്നു എന്നുള്ള ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയുടെ, ഒരു പാരഡോക്സിക്കൽ കണ്ടീഷൻ്റെ, ഒരു വിരോധാഭാസത്തിൻ്റെ ഒരു ചിത്രണം കൂടിയാണ് ഈ കഥ. തെറ്റുകളൊന്നും ചെയ്യാത്ത 2 സ്ത്രീകൾ ഇവിടെ ആമകളാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അതേസമയം അവരെ ഉപദ്രവിച്ച ആളുകൾ സുരക്ഷിതമായി അവരുടെ ഗ്രാമത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്തിരിക്കുന്നു. ഈ പാട്ട് ഈ തലമുറകളായി കൈമാറി വരുന്നതിൽ നിന്നും ഈ നിലനിൽക്കുന്ന